എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ സദാസമയവും ഉണ്ടായിരിക്കേണ്ട ഒരു ദേവതാ സങ്കല്പമാണ് കുലദേവതാ സങ്കല്പം. കുലദേവത എന്ന ഒരു ശക്തി അത് നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും കൂടെ സദാസമയം നമ്മളെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു ശക്തി വിശേഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സദാ നേരവും ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഏതൊരു കാര്യത്തിനിറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് നമ്മുടെ കുലദേവതയാണ്. ആ കുലദേവതയെ വിട്ടിട്ടുള്ള ഒരു കളികളും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമ്മൾ മറ്റു ഇതര ക്ഷേത്രങ്ങളിലോ അല്ലെ ഇതര വഴിപാടുകളോ അല്ലെ മറ്റു ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്കോ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യം വരേണ്ടത് നമ്മുടെ കുലദേവതാ സങ്കല്പമാണ്. എല്ലാ കുടുംബങ്ങൾക്കും കുലദേവതയുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് അറിയാതെ കിടക്കുന്നുണ്ടാവാം. അപ്പോൾ അറിയാതെ കിടക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കുലദേവത നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത്. ഒരിക്കലും കുലദേവത നമ്മളെ വിട്ട് പോവുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ് നമ്മൾക്ക് എത്രത്തോളം ബന്ധപ്പെട്ടതാണോ അത്രയധികം പ്രാധാന്യമുള്ളത് തന്നെയാണ് നമ്മുടെ കുലദേവതാ സങ്കല്പം. ഈ കുലദേവത നമ്മുടെ കുടുംബത്തിൽ ഏതോ ഒരു കാലത്ത് നമ്മുടെ ഏതോ ഒരു കാരണവർ അല്ലെങ്കിൽ നമ്മളെ പൂർവികരായിട്ടുള്ള ആളുകൾ ആരാധിച്ചു കൊണ്ട് നടന്നിരുന്ന ഒരു ദേവതയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദേവനായിരിക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു കാരണവശാലും ഈ കുലദേവതയെ മറന്നുകൊണ്ടുള്ള യാതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവുന്ന ഒരു ശക്തിവിശേഷം തന്നെയാണ് കുലദേവതാ സങ്കല്പം. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളും ദുരിതങ്ങളും അതുപോലെ പല വഴിപാടുകൾ ചെയ്തിട്ടും നമുക്ക് ഫലമൊന്നും കിട്ടാത്ത അവസ്ഥകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു ശക്തി സ്രോതസ്സാണ് നമ്മുടെ കുലദേവത. ആ കുലദേവതയ്ക്ക് നമുക്ക് ചിലപ്പോൾ നമ്മുടെ തറവാട്ടിലോ അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടാത്ത സ്ഥലത്തൊക്കെ ഒരു ക്ഷേത്രമുണ്ടാവാം, അല്ലെങ്കിൽ ഒരു തറയുണ്ടാവാം, അല്ലെങ്കിൽ ഒരു കല്ലെങ്കിലും ഉണ്ടാവാം. അപ്പം ആ ഒരു സ്ഥലത്ത് വർഷത്തിലൊരിക്കലെങ്കിലും നാം ആ കുലദേവതയ്ക്ക് എന്തെങ്കിലും ഒരു പൂജയോ എന്തെങ്കിലും ഒരു വഴിപാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിവേദ്യമോ വിളക്കോ നമ്മൾ കൊടുത്ത് മുന്നോട്ട് പോകണം. നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ നമുക്ക് ആ കുലദേവതയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ട് ഉണ്ടായില്ലായിരിക്കാം. പക്ഷേ നമ്മൾ വരും തലമുറയ്ക്ക് നമ്മുടെ കുലദേവതയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ആ കുലദേവത എവിടെയെങ്കിലും നമുക്ക് ആ ക്ഷേത്രമുണ്ടെങ്കിൽ നമ്മുടെ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ അവിടെ പോയി പ്രാർത്ഥിച്ച് അതിൻ്റെ വാർഷിക പൂജയുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാനുള്ളൊരു വലിയ മനസ്സ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഈ കുലദേവതാ ശക്തി അത് നമ്മുടെ കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് ഓരോ വ്യക്തികളെയും സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ശക്തിയായിട്ട് നിലയുറപ്പിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ കുലദേവതയെ മറന്നുകൊണ്ട് ഒരു കാര്യത്തിന് നമ്മൾ മുൻപന്തി കൊടുക്കരുത്. നാം നമ്മുടെ അമ്മയെ മറന്നു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതിവിശേഷം, നാം നമ്മുടെ അച്ഛനെ മറന്നു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതിവിശേഷം എന്നുപോലെ തന്നെയാണ് നമ്മുടെ കുലദേവത. ആ കുലദേവത നമുക്ക് എത്രയധികം ഇഷ്ടപ്പെട്ടതാണ്. ആ കുലദേവതയ്ക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. ഇനി ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നിത്യവും നാം നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ നിലവിളക്കിനെ നമ്മുടെ കുലദേവതയായിട്ട് നിത്യേന പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ അത്രയും കുലദേവതയുടെ മഹാത്മ്യശക്തിയും നമ്മളുടെ കൂടെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അത്ഭുതകരമായിട്ട് നമ്മുടെ കൂടെയാവും ഉണ്ടാകുമെന്നുള്ള തെളിവുകൾ നമ്മുടെ നാട്ടിൽ ഏറെയുണ്ട്. എല്ലാവർക്കും അനുഭവമാവാം. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത സദാസമയവും നിത്യേന നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ഈശ്വര വിചാരം തന്നെയാണ് കുലദേവതാ സങ്കല്പം. ആ കുലദേവതയ്ക്ക് എത്രത്തോളം നമുക്ക് മഹത്വം കൊടുക്കുന്നോ അത്രത്തോളം മഹത്വം നമ്മളെ കുടുംബത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം എല്ലാവർക്കും അവനവൻ്റെ കുലദേവതയുടെ കുടുംബ പരദേവതയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് മനസ്സാ പ്രാർത്ഥിക്കുന്നു.